പിണറായി വിജയൻ LDF തുടർഭരണം നേടുമെന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനം എന്താ കരുതുക? ജനം എന്തു വേണമെങ്കിലും കരുതിക്കൂട്ടെ, പക്ഷേ തുടർഭരണം നേടാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൻ്റെ പരിപാടിയിൽ ഉണ്ണി സാറിനെ പോലെയുള്ള ആളുകളടക്കം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ ചോദിക്കുന്നൊരു കാര്യം ഗൗതം കൃത്യമായിട്ട് കേൾക്കണം, കാരണം ഫാക്ട്സ് നമ്മുടെ മുമ്പിലുണ്ട്. തുടർഭരണം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല, തുടർഭരണം വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ 2024 ലോക്സഭയിൽ കോൺഗ്രസ് നേടിയത് 45.21% വോട്ടാണ്. ഓക്കെ, പക്ഷേ കഴിഞ്ഞ ഇപ്പോൾ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ ലഭ്യമായിട്ടുള്ള കണക്കുകൾ, കാരണം ഇത് ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ ഇപ്പോഴും അപ്ഡേറ്റ് ആയിട്ടുള്ള മുഴുവൻ 40.7% വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 5% വോട്ടുകൾ UDF കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേസമയം തന്നെ 33.34% വോട്ടുകൾ കിട്ടിയിട്ടുള്ള LDF 2.36% വോട്ടുകൾ കൂടി 35.7% വോട്ടുകൾ ആകുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതേവരെയുള്ള ചരിത്രം ഇപ്പോൾ 2010 ശേഷമോ അല്ലെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് 1995 ശേഷമുള്ള ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ എടുത്തു വെച്ചാൽ ഇടതുപക്ഷത്തിന് കിട്ടിയ ഏറ്റവും വലിയ രണ്ടാമത്തെ അടിയാണിത്. ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 33% പോയിട്ടുള്ള LDF ഇത്തവണ 35.7 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2.36% വോട്ടുകളുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ ഗൗതം മനസ്സിലാക്കേണ്ടത്, ബാക്കി രണ്ട് മുന്നണികൾക്കും, അതായത് ഒന്ന് ഞാൻ പറഞ്ഞു UDF 5% വോട്ട് താഴ്ന്നു. ഇനി NDAക്ക് എന്താണ്? NDAക്ക് 19.24% വോട്ടിൽ നിന്ന് 16% വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ 3.24% വോട്ടുകൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ആ രണ്ട് മുന്നണികൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി നമ്മൾ നോക്കുമ്പോൾ 3% അല്ലെങ്കിൽ 5%, 3.5% വോട്ടുകളുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അതും നിങ്ങൾ ആലോചിക്കണം. അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ പോളിംഗിൽ പങ്കെടുത്തു. അപ്പൊ അത്തരം കാര്യങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ യാഥാർത്ഥ്യബോധത്തോട് വിലയിരുത്തണം. യഥാർത്ഥത്തിൽ ഇപ്പോൾ UDF LDF തമ്മിലുള്ള ഒരു 5% വോട്ടിന് വ്യത്യാസമാണ്. അതിലൊരു 2.5%, 2.6%, 7% വോട്ടുകൾ കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് തുടർഭരണം ഉണ്ടാവില്ലേ? പിന്നെ നിങ്ങൾ വെറുതെ ഇരുന്ന് ഒരടിസ്ഥാനത്തിൽ തുടർഭരണത്തിന് ഒരു സാധ്യതയില്ല. ഇനി അടുത്തത് ഞാൻ പറയാം. അല്ല, ഇതിൽ ഞാനൊരു കാര്യം പറയട്ടെ. അതിൽ കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൊരു കുറിപ്പ് പങ്കുവെക്കുകയുണ്ടായി. അത് 2024 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ BJPക്ക് തിരുവനന്തപുരത്താണ് 2,13,214 വോട്ടുകൾ ഉണ്ടായിരുന്നത് 1,65,891 കുറഞ്ഞു. കോൺഗ്രസിന് 1,84,727 ഉണ്ടായിരുന്നത് 1,25,084 കുറഞ്ഞു. ഇടതുപക്ഷത്തിനാവട്ടെ 1,29,048 ഉണ്ടായിരുന്നത് വർദ്ധിക്കുകയാണ് ചെയ്തത്. വർധനവ് ഉണ്ടായത് ഇടതുപക്ഷത്തിന് മാത്രം. അല്ല, ഇതിൽ ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ മുഴുവനായും തന്നെ വർധന ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷത്തിന് മാത്രമാണ് ലോക്സഭയുമായിട്ട് കമ്പയർ ചെയ്താൽ. അപ്പം നിങ്ങൾ പറയും ലോക്സഭയായിട്ട് കമ്പയർ ചെയ്ത് 2021 നിയമസഭയായിട്ടോ 2020 ലോക്കൽ ബോഡി ഇലക്ഷൻ ആയിട്ടോ കമ്പയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് കുറവാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് സമ്മതിക്കാതെ വയ്യ, 2024 ലോക്സഭയിൽ അമ്പേ തകർന്നടിഞ്ഞിട്ടുള്ള ഒരു LDF യഥാർത്ഥത്തിൽ ഈ സമയത്ത് ഉയർത്തെഴുന്നേൽക്കാണ് ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ സമ്മതിക്കണമല്ലോ. അതിനേക്കാൾ കൂടുതലാണ് ചെയ്തത്, ഒരു സംശയമില്ല കാര്യത്തിൽ, വോട്ടിന്റെ കാര്യത്തിൽ. ഓക്കെ, ഇനി രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്താ സംഭവിച്ചേക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റുകൾ NDA നേടി, BJP നേടി അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെ 1,70,000-75,000 വോട്ടുകളാണ് ആർക്കുള്ളത്? LDFനുള്ളത്. അതേസമയം 1,60,000 ചില്ലാൻ വോട്ടുകൾ മാത്രമേ NDAക്ക് ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള സൂക്ഷ്മമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടം, തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാർ, കോവളം, ഇവിടെയൊക്കെ ഈ 2024 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വർധനവ് യഥാർത്ഥത്തിൽ LDF സംഭവിച്ചിട്ടുണ്ട്. അതെ, അതാണ് പറഞ്ഞു വന്നത്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ 111 സീറ്റുകളിൽ മുൻപന്തിയിൽ നിന്നുള്ള UDF ആണ്. 19 സീറ്റുകളിൽ മാത്രമേ LDF മുൻപിൽ വന്നുള്ളൂ. അതേസമയം 11 സീറ്റുകളിൽ NDA ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണെന്നറിയോ? 80 സീറ്റുകളിൽ ഇപ്പോഴും UDF മുൻപിലാണ്. 58 സീറ്റുകളിൽ LDF ആണ് മുൻപിൽ. 2 സീറ്റുകൾ, ഒന്ന് നേമവും വട്ടിയൂർക്കാവും, അവിടെ മാത്രമേ BJP മുമ്പ് വന്നിട്ടുള്ളൂ. അപ്പൊ ഗൗതം, നമ്മൾ വെറുതെ കണ്ണടച്ചങ്ങോട്ട് ഇരുട്ടാക്കിക്കൊണ്ട് നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, മനസ്സിലായോ? നമ്മളിപ്പോ UDF ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് UDF ജയിക്കും എന്ന് ഞാൻ വെറുതെ പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. അപ്പൊ അത്തരം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ആളുകൾ കഴിയണം. ഞാൻ പറഞ്ഞു വരുന്ന ഒരൊറ്റ കാര്യം, അതായത് ഈ വിജയത്തിൽ മറന്നാൽ
തോൽവിയാണ് സംഭവിക്കുക. ഒരു സംശയക്കാര്യത്തിലില്ല. ഈ വിജയത്തിൽ ഇപ്പൊ മതി മറന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ LDF-നെ പോലൊരു സംഘടനാ സംവിധാനമുള്ള അതിഗംഭീരമായി കേരളത്തിൽ വർക്ക് ചെയ്യുന്ന CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒരു 2.5-3% വോട്ടുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ 100% കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഉത്തരം. പിന്നെ ഇപ്പൊ തന്നെ സംഭവിച്ചേക്കണ എന്താ, 45%-ലധികം ഉണ്ടായിരുന്ന UDF-ന്റെ വോട്ടുകൾ 40%-ആയിട്ട് ചുരുങ്ങി. ഇനി ഒരു 2.5% കൂടി ചുരുക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു നേരിയ മാർജിനിലാണെങ്കിൽ പോലും ആരധികാരത്തിൽ വരും, LDF അധികാരത്തിൽ വരും. 5 കൊല്ലം അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നെ ഇനി അടുത്ത 5 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റും. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ CPM-ന് പറ്റിയേക്കുന്നതാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശരിക്കും കൂടുതൽ വോട്ട് കിട്ടിയത് ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം വോട്ട് കിട്ടിയത് അവർക്കാണ്. പക്ഷെ അത് കൃത്യമായി മാനേജ് ചെയ്യപ്പെട്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു, നേരെ NDA ഇപ്പൊ ഭരിക്കാൻ പോവാണ്. താങ്കൾ പറയുന്നത് തിരുവനന്തപുരത്ത് കോൺഗ്രസ് വോട്ടുകളാണോ BJP പോയത്? കോൺഗ്രസ് വോട്ടുകൾ BJP പോയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് കോൺഗ്രസും BJP-യുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കിയതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കോൺഗ്രസ് അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചേക്കണെന്ന് വെച്ചാൽ ഒരു ആന്റി ഇൻകുംബൻസി വോട്ടുകൾ വലിയ തോതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ CPM-നെ എങ്ങനെ തോൽപ്പിക്കാം എന്ന് ജനം വിചാരിച്ചിട്ടുണ്ട്. ആ CPM-നെ എങ്ങനെ തോൽപ്പിക്കാം എന്ന് വിചാരിക്കുമ്പോൾ പോലും കൃത്യമായി ഗൗതം ഞാൻ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അത് BJP-യുടെ കാൻഡിഡേറ്റുകൾക്ക് വോട്ട് കൊടുത്താലായിരിക്കും സാധ്യമാവുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഇത് BJP കോൺഗ്രസ് മനഃപൂർവ്വം കൊടുത്തതാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ പോലും കോൺഗ്രസിനെ അവിടെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് BJP ഓരോ തെരഞ്ഞെടുപ്പിലും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി അവിടെ കൃത്യമായിട്ടൊരു വർക്ക് ചെയ്യണം. പിന്നെ ഇപ്പൊ 19 സീറ്റുകളിലേക്ക് വർധനവ് വരുത്തിയിട്ടുണ്ട് ആര്, ഈ പറയുന്ന കോൺഗ്രസ്. പക്ഷെ അതിൽ 9 സീറ്റുകളും പുതിയതായിട്ട് പിടിച്ചേക്കുന്നത് LDF-ന്റെ ആണ്. അപ്പൊ LDF-ന് കനത്ത ഡാമേജ് ഉണ്ടാക്കാനും എന്നാൽ കോൺഗ്രസ് കുറച്ച് വോട്ടുകൾ കുറവ് പിടിച്ച സ്ഥലത്തൊക്കെ BJP-ക്ക് വലിയ നേട്ടമുണ്ടാക്കാനും കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണാതിരിക്കരുത്. ആ യാഥാർത്ഥ്യം കണ്ടുകൊണ്ട് മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ. പിന്നെ കോഴിക്കോട് കോർപ്പറേഷൻ, ഞാൻ ഇപ്പോൾ വേറൊരു കാര്യം കൂടെ, കോഴിക്കോട് കോർപ്പറേഷനിൽ LDF ഭരണം നിലനിർത്തി. അപ്പൊ നമ്മൾ കൊള്ളാം, ഗംഭീരം എന്ന് വിചാരിക്കരുത്. യഥാർത്ഥത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ വലിയ നേട്ടമുണ്ടാക്കിയത് UDF ആണ്. കാരണം 17,742 വോട്ടുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ആർക്ക്, UDF-ന്. LDF-ന് 13,000 വോട്ടുകൾ കുറവാണ്. BJP-ക്കാകട്ടെ വെറും 656 വോട്ടുകളെ കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവരുടെ സീറ്റ് 7-ൽ നിന്ന് 13 കൂടി. മനസ്സിലായോ? അപ്പൊ ഇത് യാഥാർത്ഥ്യം. ഒരു നമ്മളിപ്പോ എന്നെ പോലൊരാൾ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പോൾ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും ഒരു നാട്ടുകാരൊക്കെ ഇരുന്ന് കൈയടിച്ചുകൊണ്ട് വർത്താനം പറയുന്ന പോലെ ആഹാ ഇനി നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം നേടിക്കഴിഞ്ഞു എന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഗൗതം പറയുന്നത് നമുക്ക് യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ തിരിച്ചു വരാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഏതാ LDF-ന്റെ സ്ട്രാറ്റജികൾ അമ്പേ പരാജയപ്പെട്ടു തുടങ്ങിയത് ഞാൻ വിചാരിക്കുന്നത് LDF ഒന്നാമത്തെ കാര്യം ഏറ്റവും ആദ്യമേ തന്നെ LDF ഒരു സ്ട്രാറ്റജി എടുത്തു. ആ സ്ട്രാറ്റജി എന്താ, BJP-യിലേക്ക് പോയ അനുഭാവികളായി പോയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ പോയിട്ടുള്ള ഹിന്ദു മതവിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ അത് ഏതാണ്ട് ഒരു 12-13 ലക്ഷത്തോളം വോട്ടുകൾ അവരുടെ കയ്യിലുണ്ട്. അതെന്ന് പറഞ്ഞാൽ 2026 അവർക്ക് കിട്ടി 26 ലക്ഷമാണ്. അതേസമയം ലോക്സഭയിൽ 38 ലക്ഷമാണ്. ആ 12 ലക്ഷത്തോളം വോട്ടുകൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാം എന്ന് CPM വിചാരിച്ചു. പക്ഷെ അപ്പൊ CPM കാണാതെ പോയൊരു കാര്യം എന്ന് പറയുന്നത് CPM-നകത്ത് തന്നെയുള്ള മതേതര വോട്ടുകളുണ്ട്, അവർക്കിത് വലിയ അനിഷ്ടമുണ്ടാക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത്. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് പ്രശ്നമായി. 2 കാര്യങ്ങൾ വലിയ പ്രശ്നമാണ്. ഒന്ന്, ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവന നടത്തി, അത് CPM-ന്റെ തന്ത്രമായിരുന്നു, അതെല്ലാം കുഴപ്പമില്ലായിരുന്നു. അത് ഞാൻ പറയുന്നത് ഞാൻ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞാൽ അത് വളരെ മോശമാണ് നമ്മുടെ രാജ്യത്തിന് സ്റ്റേറ്റിനും ഒക്കെ. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഒരു തന്ത്രം എന്നുള്ളതിലൊക്കെ അത് കുഴപ്പമില്ല. പക്ഷെ അതിനും അപ്പുറത്തേക്ക് പിണറായി വിജയൻ അദ്ദേഹത്തെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും അദ്ദേഹത്തിന്റെ നിലപാടുകൾ എൻഡോസ് ചെയ്യുകയും അദ്ദേഹത്തെ വലിയ ഒരു മനുഷ്യനാക്കി ചിത്രീകരിക്കുകയൊക്കെ ചെയ്തത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഇടക്ക് വലിയ തോതിലുള്ള കൺസോൾട്ടേഷൻ CPM-നെതിരായിട്ട് ഉണ്ടാക്കി. അതുണ്ടാക്കുമ്പോൾ അടുത്തത് എന്താ സംഭവിച്ചതെന്നറിയോ? അടുത്തത് അപ്പൊ CPM വിചാരിക്കുന്നത് ഹിന്ദു വോട്ട് ബാങ്കിനെ അങ്ങനെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയുമെന്നാണ്. അത് സംഭവിച്ചില്ല. കാരണം എന്താ, അപ്പോഴാണ് മറ്റേ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കയറി വരുന്നത്. ഈ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള കയറി വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ CPM-ന്റെ വലിയ അമിത അഹങ്കാരവും അമിത ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള പത്മകുമാറിനെ വേണമെങ്കിൽ ഒരു നടപടിയെടുത്ത് പുറത്താക്കിക്കൊണ്ട് ഈ പാർട്ടിയിലുള്ള ആരെങ്കിലും ഇത്തരത്തിലുള്ള കളവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കുന്നു, ഈ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ലെന്നും അവരെ യഥാർത്ഥത്തിൽ നിയമത്തിന് മുമ്പിലേക്ക് ഇട്ടുകൊടുത്തത് ഞങ്ങളാണെന്നും പറയാനുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ, യഥാർത്ഥത്തിൽ ഇപ്പൊ അന്വേഷിക്കുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിലും അന്വേഷിക്കുന്ന പോലീസുകാരുടെയാണ്, പോലീസ് പിണറായി വിജയന്റെയാണ്.
അപ്പൊ പിണറായിയുടെ കീഴിലുള്ള പോലീസ് തന്നെ വളരെ സത്യസന്ധമായ അന്വേഷണം നടത്തുകയാണെന്നും അതിന് ഞങ്ങളുടെ ആരെങ്കിലും തന്നെ ഇത്തരത്തിൽ കളവിന് കൂട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്നും പറയാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ബുദ്ധി CPM കാണിക്കുന്നതിന് പകരം CPM വിചാരിച്ചൊരു കാര്യം ഞാൻ പറയാം. CPM വിചാരിച്ചത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പല്ലേ, അവിടെ സ്ഥാനാർത്ഥികളെ നോക്കിയായിരിക്കില്ല വോട്ട് ചെയ്യണത്, അതുകൊണ്ട് അത് മിക്കവാറും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളായിരിക്കും നല്ലത്, അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾക്ക് വലിയ നേട്ടം ഉണ്ടാകും എന്ന് പറയുന്ന ഒരു അമിത ആത്മവിശ്വാസം ഉണ്ടായിപ്പോയി. ഈ വെള്ളാപ്പള്ളിയുടെ കാര്യവും അതേപോലെ തന്നെ താങ്കൾ അറിയേണ്ടത് ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയും, ഈ രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോഴുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ സ്ട്രാറ്റജി മൊത്തത്തിൽ തകരാറിലായി. മനസ്സിലായോ? അതാണ് കൊല്ലത്ത് കണ്ടത്, കൊല്ലം പോലുള്ള കോർപ്പറേഷൻ കണ്ടത്. അപ്പൊ ഇത് രണ്ടും തന്നെ പാളിപ്പോയി. ഇത് രണ്ടും എങ്ങനെ ശരിയാക്കാം എന്നൊക്കെ ഉള്ളത് ഇപ്പൊ ഞാൻ ഇതിലൂടെ പറയുന്നില്ല. ശരിയാക്കാനൊക്കെ ഉള്ള സ്കോപ്പോ അല്ലെങ്കിൽ സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4-5 മാസം കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ജനം ഇങ്ങനെ തന്നെ ഓർത്തിരിക്കും, ഇങ്ങനെ തന്നെ പ്രതികരിക്കും. പത്മകുമാരെ തീർച്ചയായിട്ടും പുറത്താക്കേണ്ടതാണ്, ഒരു സംശയമില്ല. പത്മകുമാരെ പുറത്താക്കാന്ന് ഇപ്പൊ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പലരും ആളുകളെ പുറത്താക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് പറയും തൽക്കാലത്തേക്ക് ഒന്ന് പുറത്തേക്ക് കിട്ടും, ഒരാഴ്ച ഇതൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ തിരിച്ചെടുക്കാം എന്ന് പറയേണ്ട ആവശ്യമില്ല. പുറത്താക്കാത്തത് ഈ പറയുന്ന അമിത ആത്മവിശ്വാസം. ഇതൊന്നും ജനം ബാധിക്കില്ല, പ്രശ്നമാവില്ല. ഇത് പിണറായി വിജയന്റെ അഹങ്കാരം തിരിച്ചടിയായി ഇത് പുറത്താക്കില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഇപ്പം ജനം പറയുന്നത് എന്താണ്? ഈ അഹങ്കാരിയായിട്ടുള്ള പിണറായിയെ പുറത്താക്കണം എന്നാണ് ഇപ്പം ജനം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ താങ്കൾ അനുകൂലിക്കുന്നു? അല്ല, ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ അഹങ്കാരിയാണ്, പിണറായി വിജയനെ പുറത്താക്കണമെന്നൊക്കെ പറയും. ഞാൻ ഏറ്റവും ആദ്യം എനിക്ക് ഈ വ്യക്തികളിലേക്കൊന്നും ഒതുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, CPMന്റെ അമിതമായ ആത്മവിശ്വാസവും അഹങ്കാരവുമാണ് ഇതിന്റെ പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. CPMനകത്ത് തന്നെയാണ് പിണറായി വിജയൻ എന്നാണ് എൻ്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അദ്ദേഹം തന്നെയാണെന്നാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ജനം എന്ത് ചെയ്താൽ മതി, വിലയിരുത്തിയാൽ മതി. ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതുപോലുമല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷ് എന്നൊരു പത്രസമ്മേളനം നടത്തുമ്പോൾ പറയുകയാണ്, അദ്ദേഹം ഇപ്പം എന്തായാലും ജയിലിലല്ലേ, അപ്പൊ പിന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, കാരണം വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. അത് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലി വളരെ അവെയർ ആയിട്ടുള്ള ഒരു ഇടതുപക്ഷ മനസ്സുകൾക്കകത്ത് തന്നെ വലിയ പ്രശ്നമുണ്ടാക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, പിന്നെ ഇതൊരിക്കലും തുടർഭരണം സാധ്യമല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം തള്ളിക്കളയണം എന്നൊക്കെ പറയുന്ന ആളുകളോടൊന്നും എനിക്ക് യോജിപ്പില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ 7 ജില്ലാ പഞ്ചായത്തുകളിൽ ഇപ്പോഴും CPM 7ആണ്. അതിൽ തന്നെ 7 ജില്ലാ പഞ്ചായത്തുകളിൽ ഇപ്പോഴും CPM ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 111 സീറ്റുകളിൽ പുറകിലായിരുന്നവർ ഇപ്പൊ 80 സീറ്റുകളിൽ UDF എന്നുള്ളതിലേക്ക്, 58 സീറ്റുകളിൽ അവരും എന്നുള്ള ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇനി ഇതേ തലത്തിൽ തന്നെ ആയിരിക്കില്ലല്ലോ. നമുക്കറിയാം, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പൊ BJP നേടിയ വോട്ടുകളോ അല്ലെങ്കിൽ കോൺഗ്രസ് ഇതൊക്കെ നിലനിർത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം BJPക്ക് ജയസാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ എത്ര പേര് അവർക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്ന വലിയ ചോദ്യമുണ്ട്. കൂടാതെ BJPയുടെ അത്ര തന്നെ വാർഡിൽ നിന്ന് സ്വതന്ത്രരായിട്ടുള്ള ആളുകൾ ജയിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് കിട്ടിയ വോട്ടുകളൊക്കെ തന്നെ ഇനി സ്വതന്ത്രമാർക്കൊന്നും പോയി ചെയ്യില്ലെന്ന് നമുക്കറിയാം. അപ്പൊ അത്തരം വോട്ടുകളൊക്കെ തന്നെ തിരിച്ചു വരികയും വീണ്ടും LDF തിരിച്ചു വരികയും ഒരു 2.5-3% വരുന്ന ആളുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്താൽ സ്വാഭാവികമായിട്ട് അതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തുള്ള ആര് തന്നെ ഇതങ്ങോട്ട് തള്ളിക്കളയണമെന്നൊക്കെ പറഞ്ഞാൽ, നമ്മുടെ വേണമെങ്കിൽ ഇപ്പൊ ഗൗതത്തിന് ആഗ്രഹം ഉണ്ടാവും മാറണമെന്ന്, എനിക്ക് ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് വർത്താനം വേണമെങ്കിൽ പറയാമെന്നല്ലാതെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്, അത് സംശയമൊന്നുമില്ല. എന്നെ താങ്കൾ ഇപ്പൊ എടുത്താണെന്നൊന്നും വിചാരിക്കരുത്. ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയാൻ നല്ല ധൈര്യമുള്ള ഒരാളാണ്. ഞാൻ അല്ലാതെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഈ ഭരണം മാറണം എന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറേണ്ടത് CPMന് പോലും ഗുണകരമാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചില നിലപാടുകൾ കൃത്യമായിട്ട് ജനങ്ങളുടെ ഭാഗത്ത് ഇനി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഇത് ഇങ്ങനെ തന്നെ അങ്ങ് സംഭവിക്കുമെന്നൊക്കെ, അതായത് താങ്കൾ പറയുന്നത് CPM നന്നാവണമെങ്കിൽ പിണറായി മാറണം. അല്ല, പിണറായി മാറണം എന്നുള്ളതൊന്നും എൻ്റെ വ്യക്തിപരമായ കാര്യമില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് ഇതിന്റെ കാരണം. CPMന് എന്താണ് ഏറ്റ അടി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് CPMന് താങ്കൾ ഇപ്പം പറഞ്ഞല്ലോ രാഷ്ട്രീയപരമായിട്ട് അതിന് വല്ലാതെ വ്യതിചലിച്ചു പോയിന്ന്. അതിനൊരു പ്രധാന കാരണക്കാരൻ പിണറായി വിജയൻ ആണ് എന്ന് താങ്കൾ കരുതുന്നു? താങ്കൾ അത് കരുതുന്നുണ്ടോ? അല്ല, ഇല്ല, കരുതുന്നില്ല. പിണറായി മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇത്തവണ മേയറാകാൻ നിന്നിരുന്ന, കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി മേയറായിരുന്ന മുസാഫർ അഹമ്മദ് തോറ്റു. എങ്ങനെ തോറ്റു? അത് നിങ്ങൾ ഇതിനെ വളരെ പെരിഫറലായി കണ്ടിട്ട് ഒരു കാര്യമല്ല. അടിമുടി, അതായത് ബ്രാഞ്ച് തലം മുതൽ ലോക്കൽ കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി വരെയുള്ള എല്ലാ സംഘടനാ ചട്ടക്കൂടുകൾക്കും ഈ അധികാരം എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾ ദുഷിപ്പിച്ചിട്ടുണ്ട്.
ആ അധികാരം ദുഷിപ്പിച്ചതിന്റെ വലിയ സ്ട്രക്ചറൽ ഡാമേജ് CPM ഉണ്ടായിട്ടുണ്ട്. ആ CPM ഉണ്ടായിട്ടുള്ള ഡാമേജിന്റെ ഭാഗമായിട്ടാണ് 5ഓളം വരുന്ന ആളുകൾ റിബലുകളായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ഇത്തവണ വന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യവും സൂക്ഷ്മമായി പഠിക്കുകയും പാർട്ടി തിരുത്താൻ തയ്യാറാവുകയും ചെയ്താൽ ഒരു 2.5% വോട്ടൊന്നും ഇപ്പോഴും അസാധ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. പിന്നെ അതിലൊരു വ്യക്തി എന്നൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ആ വ്യക്തി മാറുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത വ്യക്തിയെ ചൂണ്ടിക്കാണിക്കും. ബേസിക്കലി ഇതിന്റെ പുറകിലുള്ളത് ഇത്തരത്തിലുള്ള വ്യക്തി എന്നുള്ളതിന് നമ്മൾ പൊതുവെ സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ ആളുകൾ മുഴുവൻ CPM-ന് സംഭവിച്ച ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണക്കാരൻ തലവനാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലെ കുഴലൂത്തൊന്നും കണ്ട് പേടിക്കണ്ട. സോഷ്യൽ മീഡിയയിൽ CPM-ന് വലിയൊരു ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ CPM ഗൗരവത്തിൽ എടുത്തിരുന്നില്ല എന്നുള്ളതാണ്. CPM-ന് അനുകൂലമായി നിൽക്കുന്ന സാറ്റലൈറ്റ് ചാനലുകളുടെയും അതുപോലെ തന്നെ മറ്റ് സംഭവങ്ങളുടെയൊക്കെ പിൻബലത്തിൽ, സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പോലെ കാളികൂളി സംഘത്തിന്റെയൊക്കെ പിൻബലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് CPM വിചാരിച്ചു. അത് CPM-ന് പറ്റിയ തെറ്റാണ്. യഥാർത്ഥത്തിൽ CPM-നെ പിന്തുണക്കുന്ന യൂട്യൂബ് ചാനലുകളോ സോഷ്യൽ മീഡിയ ചാനലുകളോ അധികമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ലെങ്കിൽ അവർക്ക് വ്യൂവർഷിപ്പ് ഇല്ല. നിങ്ങൾ ഈ പറയുന്ന വാദങ്ങളൊക്കെ പൊളിയുന്നത് എവിടെയാണെന്നറിയാമോ? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ നരേന്ദ്രമോദി എതിർക്കാതിരിക്കുകയും ഇവിടെ യഥാർത്ഥത്തിൽ ഒരു അഴിമതി പോലും കൃത്യമായി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത പിണറായി വിജയനെ എതിർക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ അജണ്ട പൊളിയും. പക്ഷേ ഈ അജണ്ട അഴിമതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ 41 തവണയാണ് മാറ്റിവെച്ചത്. SNC ലാവലിൻ പ്രമാദമായ കേസ് 41 തവണ. ഞാനിപ്പോൾ അതൊക്കെ ഞാൻ തന്നെ വിമർശനമായി ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം. SNC ലാവലിൻ മാറ്റിവെച്ചേക്കുന്നത് കോടതി ഈ പറയുന്ന പോലെ പിണറായി വിജയൻ നിരപരാധിയാണെന്ന് കണ്ടെത്തി വിട്ടുപോയ കേസാണ് വീണ്ടും സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഇരട്ടത്താപ്പ് ചില ഇടതുപക്ഷ ബുദ്ധിജീവികൾക്കും താങ്കളെ പോലെയുള്ള ഇടതുപക്ഷമാണെന്നോ അല്ലെങ്കിൽ ബ്രോഡർ ലെഫ്റ്റ് ആണെന്നോ ഒക്കെ വിചാരിക്കുന്ന ആളുകൾ കിടക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഇവിടെ ശരിയാണ്, ഞാനടക്കമുള്ള ആളുകൾ ഇപ്പൊ ഇടതുപക്ഷം ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് വല്ലാതെ വേദനിക്കുകയും ഒരു വലതുപക്ഷത്തു നിന്നുള്ള ഒരാൾ അഴിമതി കാണിക്കുമ്പോൾ നമ്മൾ അത്ര ഗൗരവമില്ലാതെ എടുക്കുകയൊക്കെ ചെയ്യും. അത് ശരിയാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കാതെ ഇത് വലിയ മോശമാണ്, തെറ്റാണെന്നൊക്കെ പറയുന്നതിനൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. ഞാൻ വളരെ സ്വതന്ത്രമായി നിഷ്പക്ഷമായി കാണുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു ഇപ്പോഴും തുടർ ഭരണം അസാധ്യമാണ് എന്ന് പറയുന്ന ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പുണ്യസാറിനെ പോലെയുള്ള ആളുകളടക്കം സർജിക്കൽ സ്ട്രൈക്കിൽ പറഞ്ഞൊരു അഭിപ്രായത്തിന് എതിരാണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്ന എല്ലാ ഉത്തരവാദിത്വവും ഗൗരവവും താങ്കൾ പറഞ്ഞു വരുന്നത് അവസാനം നിർത്തുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തി തിരുത്തലുകളിലൊക്കെ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പുഷ്പം പോലെ സാധ്യതയുണ്ട്. അല്ലെ, പുഷ്പം പോലെ വീണ്ടും വരും. പുഷ്പം പോലെ വീണ്ടും വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയും ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ലാതെ ഇതുകൊണ്ട് 100% എല്ലാമായി എന്നൊന്നും വിചാരിച്ച് തീർച്ചയായിട്ടും അത് എന്തായാലും UDF അനുകൂലികളും നേതാക്കളും ഒക്കെ ശ്രദ്ധിക്കുക. ദയവ് ചെയ്തിട്ട് ഈ വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കുക.